ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാൻ എബ്രോഡാണുള്ളത്. Okay. ഫാമിലി ആയിട്ട് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. Okay. കുറെ വർഷങ്ങളായി ഇവിടെ ഉള്ളത്. എൻ്റെ പാരൻസ് ഗെറ്റിംഗ് ഏജ് ഒരു അറൌണ്ട് 70-75 ഒക്കെ ആണുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് നാളുകളായിട്ടുള്ള എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ള എനിക്ക് അവരുടെ ഇപ്പൊ അവർ ഓക്കെയാണ്, അൽഹംദുലില്ലാ. പക്ഷെ ഇപ്പൊ എന്റെ ബ്രദറിന്റെ ഫാമിലി വീട്ടിലുണ്ട്. പക്ഷെ അവര് വേറെ വീട് വെച്ച് മാറാനുള്ള ഒരു 1-2 വർഷത്തിനുള്ളിൽ. അപ്പൊ എനിക്ക് എന്തായാലും എന്റെ ഒരു പർപ്പസ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കണം എന്നുള്ളത് എന്റെ ഒരു പർപ്പസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇവിടെ ഇനി ഞാൻ നാട്ടിലായിട്ടൊന്നും അങ്ങനെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സെറ്റ് ആയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഇട്ട് പോകും, എന്താകും എന്നുള്ളൊരു ആ ഒരു ഫിയർ ശരിക്ക് അലട്ടുന്നുണ്ട്. പക്ഷെ അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ്. എന്റെ മാതാപിതാക്കളെ എനിക്ക് വേറെ ആരെയും, അവർക്ക് ഓക്കെയാണ്, പക്ഷെ എന്നാൽ പോലും അവർ ആ ഒരു സ്റ്റേജ് എത്തുമ്പോ ഞാൻ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു വാല്യൂ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഒന്ന് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ എന്താ ഒരു ഉത്തരം ഇല്ലാതെ കിടക്കുന്നൊരു. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ 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 സിമ്പിൾ. നിങ്ങൾ ഇതിന്റെ വീഡിയോ സോറി ഞാൻ ഒന്നുകൂടി, അവര് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവര് ടീച്ചേഴ്സ് ആയിരുന്നു. അൽഹംദുലില്ലാ അവർക്ക് പിന്നെ ഒരു പെർമനന്റ് ഇൻകം ഉണ്ട്. അപ്പോ അവരാവശ്യപ്പെട്ടില്ല. പക്ഷെ അവരുടെ എന്താ ഇതൊക്കെ എനിക്ക് എല്ലാ പ്രാവശ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പോഴും വളരെ വിഷമത്തോടെയാണ് തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും നിൽക്കും. അത് എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ഞാൻ നിൽക്കുന്നതാണ്. അപ്പോ ഇതിലൊരു സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ വളരെ സിമ്പിൾ. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിക്കണമെന്ന് അറിയില്ല. ഒന്ന് എവിടെയെങ്കിലും കിട്ടിയാൽ കാണുക. ഇൻസ്റ്റാഗ്രാമിലാണ്. 50ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞൊരു കഥ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മില്യൻ്റെ മേലെ എത്രയോ വ്യൂസൊക്കെ വന്ന ഒരു വീഡിയോ ആണത്. അത് കൃത്യം ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണം, ഞാൻ പറഞ്ഞ റിസൈൻ അല്ല, റിട്ടയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കെൻ്റെ പാരൻസിൻ്റെ ഇവിടെ, എൻ്റെ പാരൻസ് ഇപ്പോൾ പ്രായമുള്ള വ്യക്തികളാണ്. എൻ്റെ പാരൻസിനൊക്കെ നല്ലൊരു സംഖ്യ പെൻഷനായിട്ട് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ പക്ഷേ അതല്ല, അവർക്ക് ഫിസിക്കലായിട്ട് ആൾക്കാർ വേണം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ രാവിലെ തന്നെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോകണം, അതിനൊക്കെ ഇന്ന് ഞാൻ വേണം. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം 50ാമത്തെ വയസ്സിൽ 8 വർഷം മുമ്പ് ഞാൻ എടുത്ത തീരുമാനം ഏറ്റവും നല്ലത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളായിരുന്നു. ഞാൻ വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ സമാധാനം എനിക്ക് ഇന്ന് എൻ്റെ വീട്ടിലിരുന്നിട്ട് നിങ്ങളോട് ഈ ക്ലാസ് എടുക്കുമ്പോഴും എല്ലാത്തിനും എനിക്ക് കിട്ടുന്ന സമാധാനം ഒരിക്കലും എനിക്ക് ജോബിൽ കിട്ടാത്ത സമാധാനത്തെക്കാളും 100 ഇരട്ടി വലുതാണ്. മനസ്സിലാവണ്ട. പക്ഷേ നമ്മൾ ആ തീരുമാനം ആ സമയത്ത് ഞാൻ എടുത്തു. പക്ഷേ അതും രണ്ടാമത്തെ ഞാൻ എടുത്ത് ചാടി വന്ന ആളല്ല. നിങ്ങളും എടുത്ത് ചാടി നിങ്ങളുടെ പാരൻസിന് വേണ്ടി വരരുത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എടുത്ത് ചാടി വരാനും പാടില്ല. മനസ്സിലാവണ്ട. എവിടെയും കഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. അപ്പോൾ നിങ്ങൾ പാരൻസിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള സമയത്ത് കണ്ടെത്തണം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു ഏകദേശം 2 വർഷം നിങ്ങൾ ബ്രദർ ഇപ്പം ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആ 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഹസലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഞാൻ ചെയ്തത് അങ്ങനെ. അതായത് ഞാൻ വരുന്നേക്കാൾ മുമ്പ് ഓൺലൈനിൽ ഞാൻ എൻ്റെ അക്കാഡമി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ അത് രജിസ്റ്റർ ചെയ്തു. അതിൽ കൂടെ ഞാൻ ക്ലയൻസിന് ഉണ്ടാക്കാൻ തുടങ്ങി. വന്നപ്പോൾ എനിക്ക് ക്ലയൻസും കസ്റ്റമേഴ്സും വരാനും തുടങ്ങി. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി വരുന്നേക്കാൾ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് കിൽ ദ ഗൂസ് ദാറ്റ് ലേസ് ദ ഗോൾഡൻ എഗ്. ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് പൊന്നുമുട്ട തരുന്ന താറാവിനെ ഒരിക്കലും വധിക്കാൻ പാടില്ല. അത് ഇപ്പോൾ നിങ്ങൾക്ക് ജോബുണ്ട്, അത് നിങ്ങൾക്ക് ശമ്പളം അല്ലെങ്കിൽ സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. പക്ഷേ അതിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളും കഷ്ടപ്പെടും. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ ഫോക്കസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പം ഇന്ന് മുതൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് എനിക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡായിരിക്കാം. നിങ്ങൾ എന്താ പ്രൊഫഷൻ, എന്താ നിങ്ങളുടെ? ഞാൻ ഷെഫായിരുന്നു ഇവിടെ
ഓക്കെ, പക്ഷെ ഞാനത് കരിയർ ചേഞ്ച് ചെയ്തു. ഇപ്പൊ കരിയർ ചേഞ്ച് ചെയ്ത് ഞാനൊരു ഹെൽത്ത് ഇൻഡസ്ട്രിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ. ഹെൽത്ത് ഇൻഡസ്ട്രി അതല്ല ഷെഫ്. ഇന്നലെ എനിക്കൊരു ഷെഫ് ഉണ്ടായിരുന്നു ഫ്രം UK, ഇതേപോലെ കോച്ചിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ഒരു ഷെഫ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി ആണ് ഇപ്പോഴത്തെ ടോപ്പ് ഇൻഡസ്ട്രിയിൽ ഒന്നാണ് അല്ലേ? നിങ്ങൾ അതെ നിങ്ങൾ അതെ അതെ. നിങ്ങൾ അംഗീകരിക്കേണ്ടത് അത് ടോപ്പ് ഇൻഡസ്ട്രിയിൽ ഒന്നാണ് യെസ്. ഹെൽത്ത് ഇൻഡസ്ട്രി. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുക എങ്ങനെയാണ് ഇത് ഓൺലൈനിൽ കൂടെ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ വെറവ് യു ആർ എവിടെയാണ്, മിഡിൽ ഈസ്റ്റ് ആണോ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ല, കൺട്രീസിലാണോ? ഞാൻ ഓസ്ട്രേലിയയിലോ. ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, അതെ ഓസ്ട്രേലിയ. മെൽബണിലാണോ? അതെ അജീസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടുത്തെ എങ്ങനെ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ഒരുപാട്. വെദർ ഇറ്റ് ഇസ് യോഗ, ഞാൻ തന്നെ സർട്ടിഫൈ ചെയ്തിട്ട് എൻ്റെ US ടീച്ചർ. അത് ഇവിടെ ആർക്കും ഇന്ത്യയിൽ ഇല്ലാത്ത സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട് ഓൺലൈനിൽ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം വെച്ചാൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സാണ്. അപ്പോൾ ഇന്ത്യയിൽ ലീഡർഷിപ്പിൻ്റെ ഒപ്പം തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിൻ്റെ ഒരു ക്ലബ്ബ് ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട് ഓൺലൈനിൽ. ഇന്ന് വരെ ഞാൻ ഓൺലൈനിൽ ചെയ്തിട്ടില്ല. അതൊക്കെ ഓഫ്ലൈനിൽ ഞാൻ ഇന്ന് വരെ മാർഷൽ ആർട്സും കറാട്ടെ എത്രയോ 40 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനത് ഓൺലൈൻ ഞാൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് പ്രത്യേക രീതി വെറും 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്ന എക്സസൈസ്. അത് നിങ്ങൾക്ക് റണ്ണിങ് ഇല്ല, ജോഗിങ് ഇല്ല, ഒന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്കൊരു യോഗ മാറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് തെളിയിച്ചിട്ടുണ്ട്, ആൾക്കാർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം സാധനം തന്നെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൂടി ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. വൈ? ബിക്കോസ് എനിക്കറിയാം അത് നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സാണെന്നുള്ള. അതേപോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ അവിടെ ആവണമെന്നില്ല. മെൽബണിലോ അല്ലെങ്കിൽ പേർത്തിലോ അല്ലെങ്കിൽ ക്യാൻബറയിലോ അല്ല അവിടെ ആവണമെന്നില്ല. ഇൻ്റർനാഷണൽ എവിടെ നിന്ന് വേണം വന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കാം. അതുമല്ല, നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കുക, മലയാളീസ് തന്നെ വേൾഡ് വൈഡിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ചെയ്തുകൂടാത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പ് എന്താണ്? ഓൺലൈനിൽ പഠിപ്പിക്കാൻ ലൈവായിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പ് എന്താ? അതിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പഠിക്കണം. എക്സാക്ട്ലി കറക്റ്റ്. അതിന് എത്ര ടൈം ചിലവാക്കാൻ പറ്റും? മിനിമം ഒരു 1 hour എങ്കിലും ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യണം. അബ്സല്യൂട്ട്ലി. 1 hour വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് മാക്സിമം ഒരു 3 മാസമാണ്. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് അതിലൊരു എക്സ്പേർട്ടായി മാറാൻ പറ്റും. നിങ്ങൾക്ക് ന്യൂട്രീഷൻ വേണം, ന്യൂട്രീഷൻ പഠിക്കാം. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സ്ട്രെച്ചിങ് ആണ്, സ്ട്രെച്ചിങ്, അല്ലെങ്കിൽ എൻഡ്യൂറൻസിൻ്റെ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആണ്, ഫ്ലെക്സിബിലിറ്റി. എന്താണ് നിങ്ങൾക്ക് ഏത് ഏരിയ, ഒരു ഏരിയയിൽ മാത്രം സ്പെസിഫൈ ചെയ്യുക, എല്ലാം കൂടെ ചെയ്യരുത്, ഒരു ഏരിയയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ ആപ്സിൻ്റെ മാത്രം എക്സ്പെർട്ടായിട്ട് മാറാം. ഹൗ ക്യാൻ യു ക്രിയേറ്റ് 6 pack ഇൻ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിനാണ് കൂടുതൽ ആൾക്കാർ കിട്ടുക. ചിലരുണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സ് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പഠിപ്പിക്കണം. രണ്ടാമത്തെ കേസ് ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും വേറെ ആൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കോച്ചസ് ചിലർ പറയും കല്യാണത്തിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കോച്ചിങ് നടത്തും. രണ്ടാമത്തെ ഒരു മാരേജ് എങ്ങനെ എന്താണ് കപ്പിൾ എങ്ങനെ ജീവിതം മുമ്പോട്ട് നയിക്കുക എന്നുള്ളതായിരിക്കും വേറൊരു കോച്ച് പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തെ കോച്ച് എങ്ങനെ ഡിവോഴ്സ് നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡിവോഴ്സ് എങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഡിവോഴ്സ് നടത്താം, മൂന്നാമത്തെ കോച്ച്. മനസ്സിലായില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പാഷനായിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ തന്നെ ഏറ്റവും പാഷനായിട്ടുള്ള ഏരിയ ഏതാണ്, അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഇത് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ മെൽബണിലല്ല, നിങ്ങൾക്ക് നാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. യു വിത്ത് മീ? യെസ്. റെഡിയാണോ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഹാപ്പി? യെസ്, താങ്ക് യു. താങ്ക് യു.